أرشد أمجد أرفع أكمل ياسين نبي الله قد نير نور جمل سهل طه نبي الله أكرم أنذر وبشر أنجز نجا بحياة بكتاب بالقدوة وفى محمد نبي الله أرشد أمجد أرفع أكمل ياسين نبي الله قد نير نور جمل سهل طه نبي الله أكرم أنذر وبشر أنجز نجا بحياة بكتاب بالقدوة وفى محمد نبي الله يا نبي نرى منك وصفات حسنات إننا نرجو بك ما فاز في الجنات يا نبي نرى منك وصفات حسنات إننا نرجو بك ما فاز في الجنات نشهد محمد رسول الله نشهد محمد رسول الله أنت حبيب الله أنت رسول الله أنت حبيب الله أنت رسول الله أنت شفيع الله قد أرشد أمجد أرفع أكمل ياسين نبي الله قد نير نور جمل سهل طه نبي الله أكرم أنذر بشر أنجز نجا بحياة بهداب بالقدوة وفى محمد نبي الله. السلام عليكم ورحمة الله وبركاته. إن الحمد لله الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവാധിനാഥനായ പടച്ച തമ്പുരാനെ ഭയപ്പെട്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് രഹസ്യ പരസ്യ ജീവിതത്തിൽ ഒരുപോലെ ആ നാഥനെ ഭയപ്പെട്ട് ഇഹപര ജീവിതം ധന്യമാക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ ഒരൽപ്പസമയം കൂടി ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അവനേറെ ഇഷ്ടപ്പെട്ട അവൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുവാനും അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കേൾക്കുവാനും പറയുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി സമ്മാനിച്ചിട്ടുണ്ട്.
അള്ളാഹു നൽകിയ സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മോട് ചോദിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് ഉത്തരം കണ്ടെത്തുക വല്ലാത്ത പ്രയാസമുള്ള കാര്യമാണ്. കാരണം എല്ലാ അനുഗ്രഹങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്. എന്നിരുന്നാലും നമ്മളൊക്കെ പറയും അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് നൽകിയതിൽ വെച്ച് പ്രധാനപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമ്മൾ എണ്ണി പറയും അള്ളാഹു നമുക്ക് നൽകിയ അവയവങ്ങളാണ്. കണ്ണ്, കാത്, കൽബ് എന്ന് തുടങ്ങി അള്ളാഹു നമുക്ക് സംവിധാനിച്ചിട്ടുള്ള കൈകാലുകൾ, ഇതൊക്കെയാണ് പലപ്പോഴും അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ടതായി നമ്മൾ പറയാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാനമായിട്ടാണ് ഈ അനുഗ്രഹങ്ങളെയൊക്കെ പരിശുദ്ധ ഖുർആനിലൂടെ വിശേഷിപ്പിക്കുന്നതും. അള്ളാഹുവിന്റെ ചോദ്യം അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫത്തൈൻ, മനുഷ്യരെ നിങ്ങൾക്ക് നാം 2 കണ്ണുകൾ തന്നില്ലേ എന്ന, 2 ചുണ്ടുകളും 1 നാവും നിങ്ങൾക്ക് നാം സമ്മാനിച്ചില്ലേ എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കുകയാണ്. അഥവാ കണ്ണെന്ന മഹാ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി എന്നത് മാത്രമല്ല ഒരു പ്രത്യേകത, മറിച്ച് ആ കണ്ണിലൂടെ അള്ളാഹുവിന്റെ ഈ ദുനിയാവ് കാണാൻ, അത് മനസ്സിലാക്കാൻ, അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങൾ നൽകി എന്നതാണ് കണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. കണ്ണുണ്ടായിട്ടും കാഴ്ചകൾ കാണാൻ ഭാഗ്യം ലഭിക്കാത്ത, കണ്ണുണ്ടായിട്ടും ഈ ആകാശഭൂമികളുടെ രൂപമെന്തെന്നറിയാത്ത, എന്തിനേറെ പ്രസവിച്ച ഉമ്മയെയോ തൻ്റെ പിതാവിനെയോ തൻ്റെ മക്കളുടെയോ തൻ്റെ ഭാര്യയുടെയോ മുഖം പോലും കാണാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരുപാട് സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണ് നൽകുകയും ആ കണ്ണിലൂടെ മറ്റുള്ള കാഴ്ചകൾ കാണാനുള്ള അനുഗ്രഹങ്ങൾ നൽകി എന്നത്, അങ്ങനെ പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിച്ചു എന്നത് ഒരു വലിയ വിഷയമായിട്ട് തന്നെയാണ് പടച്ച തമ്പുരാൻ എടുത്തു പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ ഒരു ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ വാചകം വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅൻ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു പറയാണ് സൂറത്തുൻ നഹ്ലിലെ 78ാമത്തെ വാചകമാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. മനുഷ്യരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൊണ്ടുവന്നത്, ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്. എന്നിട്ടതാ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു നിങ്ങൾക്ക് കേൾവി നൽകി, കാഴ്ച നൽകി, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹൃദയങ്ങൾ നൽകി. എന്തിനു വേണ്ടിയാ? ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി. നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. ചിന്തിച്ച് മനസ്സിലാക്കി അതിലൂടെ ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകി സംവിധാനിച്ച നാഥനെ കണ്ടെത്താൻ, ആ നാഥനെ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളൊക്കെ മനുഷ്യരെ നിങ്ങൾക്ക് നൽകിയതെന്ന് റബ്ബ് പറയാണ്. തീർച്ച നാളെ പരലോകത്ത് ഈ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് മറുപടി പറയണം. ഞാനും നിങ്ങളും എന്തൊക്കെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ, എന്തൊക്കെ നമ്മുടെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ടോ, എന്തൊക്കെ നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ, അതിന് പോലും നാളെ റബ്ബിന്റെ കോടതിയിൽ കൃത്യമായ മറുപടി നൽകണം. അല്ലേ? അള്ളാന്റെ വാചകം ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അല്ലാഹു പറയാ ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ്, മനുഷ്യരെ നീ കണ്ടതെന്ത് എന്നല്ലാന്റെ ചോദ്യം ഉണ്ടാകും. അല്ലേ? റബ്ബ് ചോദിക്കും, ഞാൻ തന്ന കണ്ണുകൊണ്ട് എന്ത് കണ്ടു? എന്ത് പറയും റബ്ബിനോട്? അല്ലെ? വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു തിരിച്ചറിവുണ്ടാവണം, കൃത്യമായൊരു ബോധം ഉണ്ടാവണം. നാഥൻ തന്ന കണ്ണുകൊണ്ട് നാഥൻ ഇഷ്ടപ്പെട്ടത് മാത്രമേ
ഞാൻ കാണൂ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുസ്സിലത്തിലെ 19 മുതലുള്ള വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നാളെ എങ്ങാനും നരകത്തിലേക്കെങ്ങാനും പോകേണ്ടി വന്നാൽ എന്തുകൊണ്ടാണ് നരകത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നത് വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാർ ഫഹും യൂസഊൻ. അല്ലാഹുവിന്റെ ശത്രുക്കളെ അതാ നരകത്തിലേക്ക് പറഞ്ഞേക്കുമ്പോ നരകത്തിലേക്ക് പോകാനായി വിളിച്ചുകൊണ്ടു പോവുകയും തെളിയിച്ചുകൊണ്ടു പോവുകയും ചെയ്യുന്ന ദിവസം, ഹത്താ ഇദാ മാ ജാഊഹാ, അങ്ങനെ അവർ നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നരകത്തിൽ ചെന്നാൽ, ഷഹിദ അലൈഹിം സംഉഹു വ അബ്സാറുഹും വജലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അവർ കണ്ട വിഷയങ്ങളെ സംബന്ധിച്ച്, അതേപോലെ തന്നെ കേട്ട വിഷയങ്ങളെ സംബന്ധിച്ച്, എല്ലാത്തിനെ സംബന്ധിച്ചും അവർക്കിടയിൽ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ചെല്ലാം നാളെ പരലോക കൃത്യമായി ഇതെല്ലാം സാക്ഷി നിൽക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മാത്രവുമല്ല, വീണ്ടും വിശുദ്ധ ഖുർആൻ അതേ അധ്യായത്തിൽ 21-ാമത്തെ വാചകത്തിൽ പറഞ്ഞു, വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദും അലൈനാ ഖാലൂ അൻതകന അല്ലാഹുല്ലദീ അൻതഖ കുല്ല റത്തിൻ വഇലൈഹി തുർജഊൻ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നാം നമ്മുടെ അവയവങ്ങളോട് ചോദിക്കുമെന്ന, എന്തിനാ നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്? നിങ്ങൾ സാക്ഷി പറഞ്ഞാൽ നരകത്തിലെത്തിപ്പെട്ടാൽ നിങ്ങൾ തന്നെയല്ലേ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരിക? ആ സമയത്ത് അവർ പറയും, ഖാലൂ അൻതഖന അല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച പടച്ച തമ്പുരാൻ ഇന്ന് ഞങ്ങളെയും സംസാരിപ്പിച്ചിരിക്കുന്നുവെന്ന. ആ സമയത്ത് അല്ലാഹ് പറയാണ്, അല്ലാഹുവിന്റെ വാചകം, വമാ കുൻതും തസ്തതിറൂന അയശ്ഹദ അലൈക്കും സംഉകും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും. മനുഷ്യരെ, നിങ്ങൾക്ക് പറ്റിയ എന്താണെന്നറിയോ? നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ തൊലികളും നിങ്ങൾക്കെതിരിൽ സാക്ഷി നിൽക്കുമെന്ന് കരുതി അവയെയൊന്നും നിങ്ങൾ മറച്ചു വെച്ചില്ല, അവയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയില്ല, അല്ലെ? ഒരു മറ സ്വീകരിച്ചിരുന്നില്ല. വലാകിൻ വലന്തും, നിങ്ങൾ വിചാരിച്ചു പോയത്, അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് തിന്മകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ ബഹുഭൂരിഭാഗവും റബ്ബറിയുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. വസാലികും വന്നുകുമുല്ലദീ വനന്തും ബിറബ്ബികും, അതാകുന്നു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് ധരിച്ചു വെച്ച ധാരണ. അർദാക്കും, ആ ധാരണയാണ് നിങ്ങളെ നഷ്ടത്തിലാക്കിയത്. ഫഅസ്ബഹതും മിനൽ ഖാസിരീൻ, അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരായി തീരുകയും ചെയ്തു. എന്നിട്ട് റബ്ബ് പറയാ, ഫഇൻ യസ്ബിറു ഫന്നാറു മസ്വല്ലഹും, ഇതാ ഇനി നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളത് നരകത്തിലെ ചൂടാണ്, നരകത്തിലെ പ്രയാസങ്ങളാണ്. അങ്ങനെ നരകത്തിലെ ഇന്ധനങ്ങളായിക്കൊണ്ട് നിങ്ങൾ കഴിഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകവാസികളെ വിളിച്ചുകൊണ്ട് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സഹോദരങ്ങളെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം, നമ്മുടെ കണ്ണെന്ന മഹാ അനുഗ്രഹം റബ്ബ് നമുക്ക് നൽകിയതാണ്. ആ കണ്ണുകൊണ്ട് നാദ നിനക്കിഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ കാണൂ എന്ന ഒരു തീരുമാനമെടുക്കാൻ, നാദാ നിനക്കിഷ്ടമില്ലാത്ത ഹറാമായ ഒരു രംഗത്തിനും ഞാൻ സാക്ഷിയാകില്ല എന്ന് പറയാൻ, അങ്ങനെ ഒരു തീരുമാനത്തോടുകൂടി പിരിഞ്ഞു പോകാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർ മാത്രമേ നാളെയുടെ ലോകത്ത് സൗഭാഗ്യവാന്മാരായ സ്വർഗപ്രവേശനത്തിന് അർഹരായ വിഭാഗത്തിൽ ഉൾപ്പെടുകയുള്ളൂ. അള്ളാഹു അത്തരം ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം മനസ്സിലാക്കണം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മനുഷ്യന്റെ മുഴുവൻ അവയവങ്ങളും വ്യഭിചരിക്കുന്നിടന്ന, അല്ലെ? വ്യഭിചാരമെന്ന് കേൾക്കുമ്പോഴേക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പദം തന്നെ ഏറെ അറപ്പോടും വെറുപ്പോടും കൂടിയാണ് നമ്മളൊക്കെ കാണുന്നത്, കേൾക്കുന്നത്, അല്ലെ? വിശുദ്ധ ഖുർആന്റെ വാചകം, വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശത്തൻ വസാഅ സബീല, അള്ളാന്റെ പ്രയോഗമാണ്. നിങ്ങൾ വ്യഭിചരിക്കല്ലേ എന്നല്ല, നിങ്ങൾ വ്യഭിചരിക്കല്ലേ എന്നല്ല. അള്ളാഹു എത്ര സൂക്ഷ്മമായിട്ടാ പടച്ച തമ്പുരാൻ ആ പ്രയോഗിച്ചത് നോക്കൂ നിങ്ങൾ. ആ വാചകം പോലും പടച്ച തമ്പുരാന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. വലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കല്ലേ എന്ന. കാരണം ഇന്നഹു കാന ഫാഹിശത്തൻ വസാഅ സബീല, ഏറ്റവും മ്ലേച്ഛമായ ഏറ്റവും വൃത്തികെട്ട ഏർപ്പാടാ.
അതുകൊണ്ട് ആ പരിപാടി ആര് ചെയ്യാൻ പാടില്ല? മനുഷ്യരെ, അത് മുസ്ലിമായാലും അല്ലാത്ത മനുഷ്യന്മാരായാലും ചെയ്യാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കാം. പലപ്പോഴും നമുക്കറിയാലോ, പലപ്പോഴും വ്യഭിചാരമെന്ന ആ മഹാതിന്മയിലേക്ക് മനുഷ്യരായ ആളുകളൊക്കെ എത്തിപ്പെടുന്നത് ഒറ്റയടിക്ക് വ്യഭിചാരത്തിലേക്ക് എത്തുകയല്ല പലപ്പോഴും ചെയ്യാറുള്ളത്. നാം വാർത്തകൾ കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട് അല്ലേ? പല സാഹചര്യങ്ങളും പല സന്ദർഭങ്ങളുമാണ് മനുഷ്യനെ എന്ത് ചെയ്യാറുള്ളത്? വ്യഭിചാരം എന്ന തിന്മയിലേക്ക് എത്തിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യ മനസ്സറിയുന്ന പടച്ച തമ്പുരാൻ പറഞ്ഞയച്ച മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ, മനുഷ്യന്റെ മനസ്സ് കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ നാഥനാണ് മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടി മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചത്. ആ നാഥനത കൃത്യമായ ഉപദേശങ്ങളിലൂടെ മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് എത്തും മുൻപേ തന്നെ നിയന്ത്രിക്കേണ്ട, മനുഷ്യൻ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും മനുഷ്യൻ നിയന്ത്രിക്കേണ്ട അവയവങ്ങളെക്കുറിച്ച് പോലും കൃത്യമായി പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യന്റെ മുഴുവൻ അവയവങ്ങളും വ്യഭിചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഫൽ ഐനാനി സിനാഹുമാ അന്നദർ, ഫൽ ഐനാനി സിനാഹുമാ അന്നദർ. മനുഷ്യന്റെ 2 കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട്. എന്താണ് കണ്ണിന്റെ വ്യഭിചാരം? ഹറാമായ കാര്യങ്ങളിലേക്കുള്ള നോട്ടമാണ് കണ്ണിന്റെ വ്യഭിചാരം. വല്ലുസിനാനി സിനാഹുമൽ ഇസ്തിമാ, ഹറാമായ കാര്യങ്ങൾ കേൾക്കുക എന്നതാണ് 2 കാതിന്റെ വ്യഭിചാരം. വല്ലിസാനു സിനാഹുൽ കലാം, ഹറാമായ കാര്യങ്ങൾ സംസാരിക്കലാണ് നാവിന്റെ വ്യഭിചാരമെങ്കിൽ. വല്യദു സിനാഹാ അൽ ബത്ഷ്, കയ്യിന്റെ വ്യഭിചാരം സ്പർശനമാണ്. വരിജ്ലു സിനാഹൽ ഖുതാ, അത്തരം ഹറാമായ രംഗങ്ങളിലേക്ക് നടന്നു പോകലാണ് കാലിന്റെ വ്യഭിചാരം. വൽ കൽബു യഹ്വാ വയതമന്നാ വയുസദ്ദിഖു സാലികൽ ഫർജു വയുകദ്ദിബുഹു, മനുഷ്യന്റെ മനസ്സും എന്ത് ചെയ്യും? വ്യഭിചരിക്കും. അഥവാ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതിനോട് താല്പര്യമുണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും മനുഷ്യന്റെ മനസ്സും വ്യഭിചരിക്കും. അങ്ങനെ ഈ അവയവങ്ങളെല്ലാം വ്യഭിചരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും മനുഷ്യൻ പിന്നീട് വ്യഭിചാരം എന്ന ആ മഹാപാപത്തിലേക്ക് എത്തിപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ നോക്കൂ, നിങ്ങൾ ഒന്നാമതായിട്ട് പറഞ്ഞു ഫൽ ഐനാനി സിനാഹുമാ അന്നദർ, കണ്ണിന്റെ ഹറാമായ നോട്ടമാണ് കണ്ണിന്റെ വ്യഭിചാരമെന്നാണ്. നോട്ടത്തെ നിയന്ത്രിക്കാൻ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് റമദാനിലേക്ക് പ്രവേശിച്ച, റമദാനിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പരിശീലനവും കൂടിയാണ്. നോട്ടത്തെ നിയന്ത്രിക്കണം. കാരണം നോട്ടമാണ് എല്ലാ തിന്മകളുടെയും ആദ്യത്തെ വാതിലെന്നാണ്. എല്ലാ തിന്മകളുടെയും തുടക്കം നോട്ടമാണ്. ഒരു കവി പഠിപ്പിക്കുകയാണ്, കുല്ലുൽ ഹവാദിസി മബ്ദാഹാ മിനൻ നദരി വമുഅ്ളമുൻ നാരി മിൻ മുസ്തസ്ഗരി ശരരി. കുല്ലുൽ ഹവാദിസി മബ്ദാഹാ മിനൻ നദരി, ലോകത്തുണ്ടാകുന്ന എല്ലാ സംഭവങ്ങളുടെയും തുടക്കം കേവലം ഒരു പിഴച്ച നോട്ടത്തിൽ നിന്നാകുന്നു. വമുഅ്ളമുൻ നാരി മിൻ മുസ്തസ്ഗരി ശരരി, എന്നിട്ട് പറയാം, ലോകത്തുണ്ടാകുന്ന വലിയ വലിയ തീപിടുത്തങ്ങളുടെ തുടക്കം ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്നാകുന്നു. അല്ലെ, ഒരു പിഴച്ച നോട്ടം, ഒരു പിഴച്ച നോട്ടത്തിൽ നിന്നാണ് അവിഹിത ബന്ധം ആരംഭിക്കുന്നത്. ഒരു പിഴച്ച നോട്ടത്തിൽ നിന്നാണ് ദാമ്പത്യ ജീവിതം തകർന്നു പോകുന്നത്. ഒരു പിഴച്ച നോട്ടത്തിൽ നിന്നാണ് കുടുംബജീവിതം തകർന്നു പോകുന്നത്. അല്ലെ, അതുകൊണ്ട് നോട്ടത്തെ നിയന്ത്രിക്കണം. ആര് നിയന്ത്രിക്കണം? പ്രത്യേകിച്ച് വിശിഷ്യ മുസ്ലിം നിയന്ത്രിക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പിഴച്ച നോട്ടത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. അന്നദറത്തു സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്, മനുഷ്യന്റെ പിഴച്ച നോട്ടം എന്ന് പറയുന്നത് പിശാചിന്റെ വിഷം പുരട്ടപ്പെട്ട അമ്പുകളിൽപ്പെട്ട ഒരമ്പാകുന്നു എന്ന. പലരും ചോദിക്കാറില്ലേ, ഒന്ന് നോക്കിപ്പോയാൽ എന്താ, ഒന്ന് കണ്ടുപോയാൽ എന്താ, അതിലൊക്കെ ഇത്ര വലിയ വിഷയമായി പറയാനുണ്ടോ? മനസ്സിലാക്കണം വിശ്വാസികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം വിഷം പുരട്ടപ്പെട്ട ഒരമ്പാകുന്നു എന്ന. പുരുഷന്റെ കണ്ണിൽ നിന്നും ഒരു അന്യ സ്ത്രീയിലേക്ക് പോകുന്ന ഹറാമായ നോട്ടം, സ്ത്രീയുടെ കണ്ണിൽ നിന്നും ഒരു അന്യ പുരുഷനിലേക്ക് പോകുന്ന ഹറാമായ നോട്ടം സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്, പിശാചിന്റെ വിഷം പുരട്ടപ്പെട്ട അമ്പുകളിൽപ്പെട്ട ഒരമ്പാകുന്നു. അതുകൊണ്ട് മൻ തറകഹു മഖാഫതി അബ്ദൽതഹു ഈമാന യജിദു ഹലാബതഹു ഫീ ഖൽബിഹി, അല്ലാഹുവിനെ ഭയപ്പെട്ട് ആർക്കെങ്കിലും ആ നോട്ടത്തെ താഴ്ത്താൻ, ആ നോട്ടത്തെ മാറ്റിവെക്കാൻ ആർക്കെങ്കിലും സാധിച്ചാൽ യജിദു ഹലാബതഹു ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ, ആസ്വദിക്കാൻ സാധിക്കുമെന്ന്. വല്ലാത്തൊരു അനുഭൂതിയാണ്. അതാർക്കെ സാധിക്കൂ? ഈമാനുള്ള മുസ്ലിമായ വിശ്വാസിയായ മനുഷ്യനെ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് നോട്ടത്തെ നിയന്ത്രിക്കണം. എല്ലാവരും വിശ്വാസികളായ ആളുകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ വിശ്വാസികളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. കുൽ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വാസികളോട് പറയൂ നബിയേ, യഗുല്ലൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകളെ താഴ്ത്താൻ പറയൂ നബിയേ, വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കാൻ പറയൂ നബിയേ. നോക്കൂ നിങ്ങൾ, കണ്ണുകളെ പറഞ്ഞ ഉടൻ അതിന്റെ പിറകിലായി എന്തും കൂടി പറഞ്ഞു? ലൈംഗികാവയവങ്ങൾ പറഞ്ഞു. അഥവാ കണ്ണിനെ സൂക്ഷിച്ചില്ലെങ്കിൽ അത്തരം അവയവങ്ങൾ മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് പറയാണ് ദാലിക അസ്കാ ലഹും, അങ്ങനെ നിയന്ത്രിക്കാൻ താഴ്ത്താൻ ആർക്കെങ്കിലും സാധിച്ചാൽ അതാണ് ഏറ്റവും ഉത്തമം, അവരാണ് ഏറ്റവും നല്ലവർ. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, തീർച്ചയായും അള്ളാഹു എല്ലാം കൃത്യമായി അറിയുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. വിശ്വാസികളോട് മാത്രമല്ല, പുരുഷന്മാരോട് മാത്രമല്ല, വിശ്വാസിനികളോടും പറയൂ നബിയേ, വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന, വിശ്വാസിനികളോട് പറയൂ നബിയേ, അവരുടെ കണ്ണുകളെ താഴ്ത്താനും പറയൂ നബിയേ, അതേപോലെ തന്നെ അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കാൻ പറയൂ നബിയേ. നോക്കൂ നിങ്ങൾ, ഇതിന് സാധിക്കണം സഹോദരങ്ങളെ. പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന മേഖലയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ്. കണ്ണുകളെ താഴ്ത്താൻ, ഹറാമിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ അവരാണ് വിജയിച്ചവരായ ആളുകൾ. ഒരുപാട് ഹദീസുകൾ, ഒരുപാട് ആയത്തുകൾ വിശ്വാസികൾക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ വേണ്ടി വിശുദ്ധ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും നോക്കൂ നിങ്ങൾ, നാളെയുടെ ലോകത്ത് രക്ഷപ്പെടുന്ന 3 കണ്ണുകളെ കുറിച്ച് പറയാം. 3 കണ്ണുകൾ ഒരിക്കലും നരകം സ്പർശിക്കൂല. ഹുരിമത്തുന്നാറു അലാ സലാസത്തി അയുൻ, 3 കണ്ണുകൾ നരകത്തിന് ഹറാമാണ്. നരകത്തിന്റെ ഇന്ധനമാകുന്നതിൽ നിന്നും പടച്ച തമ്പുരാൻ അതാ 3 കണ്ണുകളെ ഹറാമാക്കിയിരിക്കുന്നു. ഒന്ന് ഐനുൻ ബഖത്ത് മിൻ ഖശിയത്തില്ലാ, ഐനുൻ ബഖത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയപ്പെട്ട് കരയുന്ന കണ്ണുകൾ, അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണുകൾ. വഐനുൻ അല്ലത്ത് അൻ മഹാരിമില്ലാ, ഹറാമ് കാണുമ്പോ താഴ്ത്തുന്ന കണ്ണുകൾ, ഹറാമ് കാണുമ്പോ എനിക്കത് അനുവദിക്കപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കി ആ കണ്ണുകളെ താഴ്ത്താൻ ആർക്ക് സാധിച്ചുവോ ആ കണ്ണും നരകത്തിന് ഹറാമ് തന്നെയാണ്. വഐനുൻ സഹറത്ത് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിവാക്കിയ കണ്ണുകൾ അല്ലെ? ഒരുപാട് കാര്യങ്ങൾക്ക് പലപ്പോഴും ഉറക്കമൊഴിവാക്കാറുണ്ട്. പക്ഷേ അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിവാക്കാൻ ആർക്ക് സാധിച്ചു ആ കണ്ണുകൾ ഒരിക്കലും നരകത്തിൽ സ്പർശിക്കുകയില്ല. നരകം ഹറാമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാലോ, നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം വല്ലാത്ത പ്രയാസമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. നടന്നു പോകുമ്പോൾ എത്ര നിയന്ത്രിച്ചാലും ശരി, സകല ശൈത്താന്റെ കോലങ്ങളും പിശാചിന്റെ കോലങ്ങളും നമ്മുടെ കണ്ണിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അതിലേക്കൊന്ന് ആകർഷിക്കപ്പെടുകയും രൂപത്തിലാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം അല്ലേ? അതുകൊണ്ട് വിശ്വാസികളെ നാം മനസ്സിലാക്കണം. ആ ഹറാമ് കാണുമ്പോൾ അത് നേരിട്ടായാലും TV സ്ക്രീനിലായാലും അതേപോലെ തന്നെ ഫോട്ടോയിലായാലും ജീവനുള്ളതായാലും ഇല്ലാത്തതായാലും ഹറാമാണോ താഴ്ത്താൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. നമുക്ക് അത് അനുവദിക്കപ്പെട്ടതല്ല. ഹറാമിലേക്ക് കണ്ണുകളെ കൊണ്ടുപോകാൻ നമുക്ക് അനുവാദം തന്നിട്ടില്ല ഇസ്ലാം. നമുക്ക് കണ്ണു തന്ന നമ്മുടെ നാഥൻ, ആ കണ്ണിന് കാഴ്ച തന്ന നമ്മുടെ നാഥൻ, ആ നാഥൻ നമുക്ക് അനുവാദം തന്നിട്ടില്ല ഹറാമ് കാണാൻ എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ഒരു പുരുഷൻ സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഒരു പുരുഷൻ പുരുഷന്മാരുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല, ഒരു സ്ത്രീ സ്ത്രീകളുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരി തങ്ങളെ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, ലാ തക്ഷിഫ് ഫഖിദക, അലിയെ നീ നിന്റെ തുടയെ വെളിവാക്കരുത്, നിന്റെ തുടഭാഗം നീ വെളിവാക്കരുത്. വലാ തൻദുർ ഇലാ ഫഖദി ഹയ്യിൻ വലാ മയ്യിത്, ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ നീ നോക്കാനും പാടില്ല.
ജീവനുള്ളതായാലും ജീവനില്ലാത്തതായാലും വിശ്വാസിയുടെ കണ്ണുകൾ ഹറാമിലേക്ക്, മറ്റുള്ളവരുടെ ഔറത്തിലേക്ക് പോകാൻ പാടില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. മനസ്സിലാക്കണം സഹോദരങ്ങളെ. അല്ലെ, പലപ്പോഴും ഇസ്ലാമിക പ്രഭാഷണങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാറ്. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ പോലും അവിടെ പോലും മനുഷ്യനെ മാടി വിളിക്കാൻ, തിന്മയിലേക്ക് മാടി വിളിക്കാൻ, പിശാചരായ എല്ലാവിധ മനുഷ്യനെ മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളുമായി ഒളിഞ്ഞിരിക്കുമ്പോ അത് കാണുമ്പോ അവിടെ ഒന്ന് സഞ്ചരിക്കാം. ആരും കാണാനില്ലല്ലോ, ആരും അറിയാനില്ലല്ലോ, ആരും കേൾക്കാനില്ലല്ലോ. അറിയാൻ വേണ്ടിയെങ്കിലും ഒന്നതിലേക്ക് പോകാം, ഒന്ന് മൗസ് ചലിപ്പിക്കാം, ആ സൈറ്റിൽ കൂടി ഒന്ന് സഞ്ചരിക്കാം എന്ന് മനസ്സിലാക്കുന്നവരെ മനസ്സിലാക്കണം. വിശ്വാസിക്കതിനുള്ള അനുവാദം ഇസ്ലാം നൽകിയിട്ടില്ല. അല്ലേ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സദാസമയവും അവന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ട അവന്റെ നാഥനെ കുറിച്ചുള്ള ഒരു വാചകം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിന്റെ നാഥൻ നിന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരം ഏതുപോലെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ, എന്റെ ഓരോ ചലനങ്ങളും സംസാരങ്ങളും ഏതുപോലെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ, അതേപോലെ നമ്മുടെ നാഥൻ നമ്മെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? നാളെയുടെ ലോകത്ത് നമുക്ക് തന്നെ കാണിച്ചു തരാൻ വേണ്ടി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനസ്സിലാക്കണം, ആ നാഥനെ കുറിച്ച് പടച്ച തമ്പുരാൻ തന്നെ പരിചയപ്പെടുത്തി. സൂറത്തുൽ ഗാഫിറിലെ 19-ാമത്തെ വാചകം, യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ. മനുഷ്യരെ, നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടം പോലും അറിയുന്നവനാണ് ആ നാഥൻ. വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതും നിങ്ങൾ കോപ്യമാക്കി വെക്കുന്നതും ആ നാഥൻ അറിയുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് സദാസമയത്തും കടന്നു വരണം. ഏത് സമയത്തും നമ്മുടെ നാഥനെ കുറിച്ചുള്ള ഓർമ്മ. നാം ഒറ്റക്കല്ല ഒരു സമയവും. എവിടെയായിരുന്നാലും, അടച്ചിട്ട റൂമായാലും ആരും കാണാത്ത റൂമായാലും ഒറ്റക്കുള്ള നിമിഷങ്ങളായാലും നമ്മൾ ഒറ്റക്കല്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. മറിച്ച് നമ്മോടൊപ്പം, നമ്മെ നിയന്ത്രിക്കാൻ, നമ്മെ കാണാൻ, നമ്മെ അറിയാൻ, നമ്മെ സൃഷ്ടിച്ചവനായ നാഥൻ നമ്മോടൊപ്പമുണ്ട് എന്നൊരു ചിന്ത എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്കുണ്ടാവണം. നിങ്ങൾ നോക്കൂ, ഇന്നെല്ലാം തകിടം പറയുകയാണ്, എല്ലാ ബന്ധങ്ങളും അറ്റുപോവുകയാണ്. എല്ലാ നിയമങ്ങളും, ഇസ്ലാമിൻ്റെ സുന്ദരമായ നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി പരിധി ലംഘിക്കുകയാണ് പലപ്പോഴും മനുഷ്യന്മാരായ ആളുകൾ പോലും. അല്ലേ, ഇന്ന് കുടുംബവുമായി എല്ലാവരും ഒന്നിച്ചിരുന്ന് സിനിമ കാണാം. പണക്കൊഴുപ്പിന്റെ മറവിൽ സകല ശൈത്താന്റെ ചാനലുകളും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ വിഹരിക്കുമ്പോ, അതിലുള്ള സാധ്യതകളുള്ളപ്പോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, അതിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ രംഗങ്ങൾക്കും, അഥവാ അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഔറത്ത് കാണാൻ ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ സമൂഹം, നമ്മുടെ കുടുംബം അതിന് സാക്ഷികളാകുമ്പോ, നമ്മുടെ മക്കളെ കൂടെ ഇരുത്തുമ്പോ നിങ്ങൾ ഓർക്കണം. അല്ലേ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനം എന്താണെന്നറിയോ നിങ്ങൾക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ യതസാബദു ഫി ത്വരീഖി തസാബുദൽ ഹമീർ. ഖിയാമത്ത് നാൾ സംഭവിക്കുകയേ ഇല്ല, ഖിയാമത്ത് നാൾ കടന്നു വരികയില്ല തന്നെ. കഴുതകൾ ഇണചേരും പോലെ മനുഷ്യന്മാർ ഇണചേരുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിൽ എന്നാണോ കടന്നു വരുന്നത്, അന്നല്ലാതെ ഖിയാമത്ത് നാൾ കടന്നു വരില്ല. എന്താ കഴുതകളുടെ പ്രത്യേകത? അവർക്ക് സമയം നോക്കണ്ട, അവർക്ക് നാണം മറക്കണ്ട, അവർക്ക് സ്ഥലങ്ങളോ ബന്ധങ്ങളോ നോക്കണ്ട. നാൽക്കാലികളുടെ കൂട്ടത്തിൽപ്പെട്ട, അതിൽ തന്നെ ഏറ്റവും തരം താഴ്ന്ന ജീവി എന്ന ജന്തുവെന്ന് നമ്മളൊക്കെ പരിചയപ്പെടുത്താറുള്ള ആ കഴുതയേക്കാൾ തരം താഴ്ന്ന പരിപാടി ബുദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്ന മനുഷ്യന്മാരായ ആളുകൾ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ, ജാഹിലിയ്യ കാലഘട്ടം കണ്ട് പരിചയമുള്ള സ്വഹാബത്ത് ചോദിച്ചു, ഇന്ന ദാലിക ലകാഇനുൻ യാ റസൂലല്ലാഹ്, അങ്ങനെ സംഭവിക്കോ റസൂലേ? ഇത്രമാത്രം തരം താഴ്ന്ന പരിപാടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആളുകൾ ചെയ്യോ? കഴുതകളെക്കാൾ അതപ്പതിച്ച പരിപാടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആളുകൾ ചെയ്യോ? എന്താ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിങ്ങൾക്കറിയോ? നഅം ലയകൂനന്ന, അതെ, അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1400 വർഷങ്ങൾക്കപ്പുറത്തൊന്നും നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രവചനം പുലർന്നില്ലേ സഹോദരങ്ങളെ? അല്ലേ, എല്ലാ കാര്യങ്ങളും ഔറത്ത് വെളിവാക്കി ഒരു ഭാര്യക്കും ഭർത്താവിനും മാത്രം അവകാശപ്പെട്ട പല കാര്യങ്ങളും അന്യ സ്ത്രീ പുരുഷന്മാർ ക്യാമറയ്ക്ക് മുമ്പിൽ ആടിത്തിമിർക്കുമ്പോ, അഭിനയിക്കുമ്പോ
അവർക്ക് ലജ്ജയില്ലെങ്കിൽ പോലും അല്ലേ, അവർക്ക് ഏതായാലും ലജ്ജയില്ല. അത് കാണാൻ ഭാര്യയുമായി മക്കളുമായി കൂടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാലോചിച്ച് നോക്കൂ. ഈമാൻ വേണ്ട, ഒരൽപ്പം ലജ്ജയുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നമ്മൾ നിൽക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് പാടില്ല ഒന്നും കാണാൻ. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിനികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, നമുക്കിതൊന്നും പാടില്ല കാണാൻ. സിനിമ കാണാൻ, ഹറാമായ രംഗങ്ങൾ കാണാൻ വിശ്വാസികളെ നമുക്ക് പാടില്ല. എന്നിട്ട് പറയും, മക്കളുമായി കുടുംബവുമായി ഭാര്യയുമായിട്ടൊക്കെ കണ്ടിട്ട് പറയും, എൻ്റെ മോൻ എന്നെ ബഹുമാനിക്കുന്നില്ല, എൻ്റെ മോൻ ആദരിക്കുന്നില്ല, ഞാൻ പറഞ്ഞത് എൻ്റെ മക്കൾ കേൾക്കുന്നില്ല എന്നാ പരാതി. ആരുടെ പരാതി? ഉമ്മാന്റെ ഉപ്പാന്റെ പരാതി. എന്തേ കാരണം എന്നറിയോ? പരാതി അന്വേഷിച്ച് പരാതിയും പറഞ്ഞ് എവിടെയും പോകണ്ട നമ്മൾ, മറിച്ച് നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ മടങ്ങിയാൽ മതി. കാരണം അവിടെയുണ്ട്. നാം വാങ്ങിക്കൊടുത്ത ടിവിയിൽ, നാം എടുത്തു കൊടുത്ത കണക്ഷനിൽ എല്ലാവിധ ശൈത്താന്റെ ചാനലുകളും നമ്മുടെ വീട്ടിലുള്ളപ്പോ അത് കാണാൻ, അത് കണ്ടാസ്വദിക്കാൻ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക് അനുവാദം കൊടുക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, പാടില്ല. ഇതൊന്നും വിശ്വാസികൾക്ക് പാടില്ല. അവിടെ മക്കളോട് പറയാൻ, കുടുംബത്തോട് പറയാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾക്കറിയുമോ, ഇസ്ലാമിലൊരു നിയമമുണ്ട്. എന്താണെന്നറിയോ? ആ നിയമം 3 സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കൾ പോലും, നമ്മുടെ കുടുംബത്തിലെ ആളുകൾ പോലും നമ്മുടെ റൂമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രത്യേകമായ പെർമിഷൻ വേണം. ആർക്ക്? അയൽ വീട്ടിലെ കുട്ടികൾക്കല്ല, അന്യ മനുഷ്യന്മാർക്കല്ല. നമ്മുടെ മക്കൾക്ക് നമ്മുടെ റൂമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് നമ്മുടെ റൂമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വിശ്വാസികളായ ആളുകളെ പിടിച്ച് പടച്ച തമ്പുരാൻ പറയുന്നു, 3 സന്ദർഭങ്ങളിൽ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങണം. ഏതാണ് ആ സന്ദർഭം? മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിന് മുൻപ്, വഹീന തളഊന സിയാബക്കും മിനൽ ളുഹീറ, ഉച്ചയിറക്കത്തിന്റെ സമയം, വസ്ത്രം മാറ്റിവെക്കുന്ന സമയമാണത്. വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷം. കാരണം സലാസു ഔറാത്തിലക്കും, ആ 3 സമയങ്ങളും ഔറത്താക്കപ്പെട്ട സമയമാണ്. അഥവാ ഔറത്തായ പല ഭാഗങ്ങളും വെളിവാക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അതിന് സാക്ഷികളാകാൻ, അത് കാണാൻ നമ്മുടെ കുടുംബത്തിലോ മറ്റുള്ള ഒരാളും അതിന് സാക്ഷികളാകരുത് എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം കൃത്യമായി ഒരു നിയമം പാസാക്കുകയാണ്. ആ 3 സന്ദർഭങ്ങളിൽ കൃത്യമായ പെർമിഷനോട് കൂടിയായിരിക്കണം, അനുവാദത്തോടു കൂടിയായിരിക്കണം നമ്മുടെ കുടുംബങ്ങളിലെ അംഗങ്ങൾ പോലും, എന്തിനേറെ നമ്മുടെ മക്കൾ പോലും നമ്മുടെ റൂമിലേക്ക് പ്രവേശിക്കേണ്ടത്. എന്നാൽ ആലോചിച്ച് നോക്കൂ, എന്തിനാ ഇസ്ലാം ഈ നിയമം വെച്ചത്? ഹറാമായ അല്ലെങ്കിൽ അത്തരം രംഗങ്ങൾക്ക് സാക്ഷികളാകാൻ നമ്മുടെ മക്കൾക്ക് പാടില്ല എന്നതുകൊണ്ട്. എന്നാലും ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അതിനേക്കാളും വലിയ എല്ലാവിധ സകല സീമകളും ലംഘിച്ച്, എല്ലാവിധ അതിൽ വരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളല്ലേ ഇന്ന് സിനിമയിലും സീരിയലും ആരുടെ സാന്നിധ്യത്തിൽ? മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ സഹോദരങ്ങളെ? പിന്നെ എങ്ങനെ ഉപ്പയോട് നമ്മുടെ മക്കൾക്ക് ബഹുമാനം ഉണ്ടാകും? പിന്നെ എങ്ങനെ ഉമ്മയോട് ബഹുമാനം ഉണ്ടാകും? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, സിനിമ കാണുന്ന, സീരിയൽ കാണുന്ന വീടുകളിലെ മക്കൾക്ക് ഉമ്മയോട് ഉപ്പയോട് ബഹുമാനമില്ല എങ്കിൽ എവിടെയും നിങ്ങൾ പരാതിയുമായി നിങ്ങൾ കടന്നു ചെല്ലണ്ട. മനസ്സിലാക്കിക്കോ, ആദ്യം നമ്മൾ ചികിത്സിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലെ അത്തരം രംഗങ്ങളെയാണ്. കുടുംബത്തിലെ സമാധാനം കുടുംബത്തെ മക്കളെ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മനുഷ്യൻ അവന്റെ അവയവങ്ങൾ കൊണ്ടുള്ള വ്യഭിചാരത്തിന്റെ ഫലമായി, അതിന്റെ ഫലമായി അവൻ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളിൽ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രയാസങ്ങൾ എണ്ണി പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അവന്റെ ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തിയില്ലാതാകും. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു, ലൈംഗിക ജീവിതത്തിൽ സംതൃപ്തി നഷ്ടപ്പെടും. ആർക്ക്? സ്ഥിരമായി സിനിമയും സീരിയലും കാണുന്ന ആളുകൾക്ക്. കുടുംബത്തെ നഷ്ടപ്പെടും, ജീവിതം തന്നെ നഷ്ടപ്പെടും. അല്ലേ? പോരാണ് തോന്നും ഭാര്യ പോരാണ് തോന്നും നമുക്ക്, ഭർത്താവ് പോരാണ് തോന്നും ഭാര്യക്ക്. പിന്നെ വേലി ചാടും, അവിഹിത ബന്ധങ്ങൾ ആരംഭിക്കും. അല്ലേ? കേൾക്കുന്നില്ലേ പലപ്പോഴും? ഒരുപാട് വാർത്തകൾ നിത്യേന ഒന്നോണം കേൾക്കുകയും അതിന് സാക്ഷികളാകുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രവാസികളെ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പ്രവാസികളായ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവിധ സൗകര്യങ്ങളും, ഇന്റർനെറ്റ് കണക്ഷനും, അതേപോലെ തന്നെ എല്ലാവിധ ചാനലുകളും നമ്മുടെ വീടുകളിൽ എടുത്തു വെച്ച് നമ്മുടെ ഭാര്യയും മക്കളും അത് ആസ്വദിച്ച് പിന്നീട് അവർ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ
അവർ അവിഹിത ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനേറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരായി നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരിക മറ്റാരുമല്ല, ഞാനും നിങ്ങളും തന്നെയായിരിക്കും. ഇതിനർത്ഥം നമ്മുടെ വീട്ടിൽ ഇന്റർനെറ്റ് കണക്ഷനോ അതേപോലെ തന്നെ ചാനലോ ടിവിയോ ഇന്റർനെറ്റോ ഒന്നും വേണ്ട എന്നല്ല. മറിച്ച് ഇതൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ തന്നെയും നമ്മുടെ മക്കളോട് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ, നമ്മുടെ ഭാര്യയോട് പടച്ച തമ്പുരാനെ ഭയപ്പെടണമെന്ന് പറയാൻ, ഞാൻ അറിഞ്ഞില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നിന്നെയും എന്നെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാഥൻ ഇതെല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നാളെയുടെ ലോകത്ത് പടച്ച തമ്പുരാൻ അത് കൊണ്ടുവരുമെന്ന് ഭാര്യയെ വിളിച്ചൊരു താക്കീത് പറയാൻ, വേണ്ടാന്ന് ഓർമ്മപ്പെടുത്താൻ മക്കളോട് പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലേ? തീരുമാനിക്കാൻ നമുക്കാവണം. ഒരു ചാൻസ് ആണിത്. പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിച്ച ഞാനും നിങ്ങളും നമുക്ക് പടച്ച തമ്പുരാൻ നൽകിയ ഏറ്റവും നല്ലൊരു ചാൻസ് ആണ്, ഒരു സുവർണാവസരമാണ്. തീരുമാനിച്ചോ നിങ്ങൾ, ഇനി എന്റെ വീട്ടിൽ ഒരിക്കലും സിനിമ കാണൂല? കഴിയോ തീരുമാനിക്കാൻ? ഇനി എന്റെ കണ്ണുകൊണ്ടൊരിക്കലും മനഃപൂർവ്വം സിനിമ കാണൂല, ഇനി എന്റെ കണ്ണുകൊണ്ടൊരിക്കലും ഹറാമായ രംഗങ്ങൾ കാണില്ല എന്ന് തീരുമാനിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലേ? ഇല്ല എങ്കിൽ നാളെയുടെ ലോകത്ത് പടച്ച തമ്പുരാന്റെ കോടതിയിൽ അള്ളാഹു നമ്മോട് ചോദിക്കുമ്പോ, ഇല്ല നാഥാ, ഞാൻ അറിഞ്ഞില്ല നാഥാ എന്ന് ഈ ശബ്ദം കേട്ട് ഒരു മനുഷ്യനും പറയാൻ സാധിക്കില്ല എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടൊരു വസിയത്ത് എന്ന രൂപത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ കണ്ണുകൊണ്ട് മാത്രമല്ല, ഇന്ന് ഈ പ്രഭാഷണം കഴിഞ്ഞ് ഈ മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങി ഒന്നാമതായി നമ്മുടെ റൂമിലേക്ക് എത്തിയ ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം, നമ്മുടെ വീട്ടിലേക്ക് ചെന്ന് ആദ്യമായി വിളിച്ചു പറയണം, ഒരിക്കലും ഹറാമായ രംഗങ്ങൾക്ക് നമ്മുടെ വീട് സാക്ഷിയായിക്കൂടാ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ. നോക്കൂ, നിങ്ങൾ ഒരന്യ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും നാം പാലിക്കേണ്ട മര്യാദകൾ, അല്ലെ? സ്വന്തം വീട്ടിലേക്കെന്നല്ല, അന്യ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും നാം പാലിക്കേണ്ട മര്യാദകൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ذلكم خير لكم لعلكم تذكرون. يا أيها الذين آمنوا ഈമാനുള്ള ആളുകളെ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ പ്രവേശിക്കരുത്. ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ കുടുംബത്തിന്റെ അനുവാദം കിട്ടുന്നതുവരെ, അല്ലെങ്കിൽ ആ കുടുംബത്തോട് നിങ്ങൾ സലാം പറയുന്നത് വരെ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 പ്രാവശ്യം സലാം പറയണമെന്നാണ്. നമ്മളൊരു വീട്ടിൽ പോയി അവിടെ ആരെയും കാണാനില്ല, നമ്മൾ എന്താ ചെയ്യുക? നേരെ പോയി ജനാലയ്ക്കുള്ളിലൂടെ എത്തി നോക്കും, അല്ലേ? അതിന്റെ വിരിയൊന്നും മറയൊന്നും മാറ്റി നോക്കും, ആരെങ്കിലും ഉണ്ടോ? ജനാലയെ തുറന്നു കിടക്കുന്നു പാടില്ലെന്നാ വിശ്വാസിക്ക്. അതിന്റെ ഉള്ളിൽ ആളുകളുണ്ടോ ഇല്ലേ എന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. മറിച്ച് 3 പ്രാവശ്യം സലാം പറഞ്ഞിട്ടും 3 തവണ സലാം ചൊല്ലിയിട്ടും അവിടെ നിന്നും സലാം മടക്കുന്നില്ല എങ്കിൽ തിരിച്ചു പോരണമെന്നാണ് ഇസ്ലാമിക നിയമം എന്ന് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇത്തലഅ ഫീ ബൈത്തിൻ ഖൗമിൻ ബിഗൈരി ഇദ്നിഹിം ഫഖദ് ഹല്ല ലഹും അൻ യഫ്ഖഉ ഐനഹും. ഒരാൾ അന്യ വീട്ടിലേക്ക് എത്തി നോക്കിയാൽ, അയാളുടെ അനുവാദമില്ലാതെ എത്തി നോക്കിയാൽ, ആ എത്തി നോക്കുന്നവന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാൻ ഇസ്ലാമിക ഗവൺമെന്റിന് അനുവാദമുണ്ടെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഒരാളുടെ അനുവാദമില്ലാതെ ഒരു വീട്ടിലേക്ക് നാം എത്തി നോക്കിയാൽ ഇസ്ലാമിക ഗവൺമെന്റ് എന്തുണ്ട്? അയാളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാനുള്ള അനുവാദമുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം. കാരണം എന്താണെന്നറിയോ? പണ്ഡിതന്മാർ വിശദീകരിച്ചു, നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെന്ന്, മാത്രവുമല്ല നിങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നേരെ ആ ഡോറിന്റെ മുൻഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങൾ വിളിക്കാൻ പാടില്ല. വാതിൽ തുറക്കുമ്പോൾ നേരെ നിങ്ങളെ കാണുന്ന രൂപത്തിൽ, നിങ്ങൾക്ക് അവരെ കാണുന്ന രൂപത്തിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല. ഇസ്ലാമിലെ നിയമം അത്. എന്തേ കാരണം എന്നറിയോ? ആ വീട്ടിലെ സ്ത്രീ ഒരു പക്ഷേ വാതിൽ തുറക്കുന്നത് എൻ്റെ ഭർത്താവായിരിക്കും, എൻ്റെ പിതാവായിരിക്കും, എൻ്റെ ആങ്ങളയായിരിക്കും, എൻ്റെ മകനായിരിക്കും എന്നൊക്കെ വിചാരിച്ച് സാധാരണ വീട്ടിൽ ധരിക്കാറുള്ള വസ്ത്രം ധരിച്ചായിരിക്കും. ഒരുപക്ഷെ മറ്റു പല ഭാഗങ്ങളും മറച്ചിട്ടുണ്ടാകില്ല. അത്തരം രംഗങ്ങൾക്ക് അന്യ സ്ത്രീ പുരുഷന്മാർ സാക്ഷികളായാൽ
ഹറാമിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അവിടെ പോലും കൃത്യമായ സൂക്ഷ്മത പാലിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരെ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അലി ലാ തുത്ബിഇൻ നദറ ഫഇന്നമാ ലക്കൽ ഊലാ വലൈസ ലക്കൽ ആഖിറ. അലിയേ, നീ നിന്റെ കണ്ണുകളെ നോട്ടം കൊണ്ട് തുടർത്തരുത്. എപ്പോഴെങ്കിലും ഹറാമായ രംഗങ്ങൾക്ക് സാക്ഷിയായാൽ, ഒരു ഹറാമ് കണ്ടുപോയാൽ നിന്റെ നോട്ടത്തെ വീണ്ടും വീണ്ടും നീ ആവർത്തിക്കരുത്. കാരണം ഫഇന്നമാ ലക്കൽ ഊലാ, ഒന്നാമത്തത് നിനക്ക് അനുവദിക്കപ്പെട്ടതാണ്, എന്നാൽ വലൈസ ലക്കൽ ആഖിറ, രണ്ടാമത്തത് നിനക്ക് നിഷിദ്ധാണ്, നിനക്ക് പാടില്ലെന്ന്. അതിനർത്ഥം ഒന്നാമത്തെ നോട്ടം തന്നെ കുറേ നേരം നോക്കിക്കാന്നല്ല, മറിച്ച് കണ്ടാൽ ഉടൻ എന്ത് ചെയ്യണം? ആ കണ്ണുകളെ താഴ്ത്തണം. അല്ലേ, ഒരു അന്യ സ്ത്രീയാണ്, ഒരു അന്യ ഹറാമായ രംഗമാണ്, അത് കണ്ടുപോയാൽ ഉടൻ തന്നെ കണ്ണുകളെ താഴ്ത്തണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അല്ലേ, ഇതൊക്കെ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് സഹോദരങ്ങളെ. എന്നാൽ ഇസ്ലാം ഒരു സ്ത്രീയെ നോക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഒരന്യ സ്ത്രീയെ നോക്കാൻ ഒരു പുരുഷന് ഇസ്ലാം അനുവാദം നൽകി, ഒരൊറ്റ സമയത്ത് മാത്രം. എപ്പോഴാണെന്നറിയോ? വിവാഹം അന്വേഷിക്കുന്ന സമയത്ത്, വിവാഹം ആലോചിക്കുന്ന സമയത്ത്. ആ വിവാഹം ആലോചിക്കപ്പെടുന്ന സ്ത്രീയെ ആ പുരുഷനും പരസ്പരം കാണൽ ഇസ്ലാം അനുവദിച്ച ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉൽഖിയ ഫീ ഖൽബി ഇംറിഇൻ ഖുത്ബത്തു ഇംറഅത്തിൻ ഫലാ ബഅസ അൻ യൻദുറ ഇലൈഹാ. നിങ്ങൾ വിവാഹ ആലോചനയുമായി ഒരു സ്ത്രീയിലേക്ക് പോയാൽ അവളെ നിങ്ങൾക്ക് നോക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണെന്നറിയോ? പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഐക്യമുണ്ടാവാൻ, സ്നേഹമുണ്ടാവാൻ. ഒരു നോട്ടം, ആ ബന്ധം പെട്ടെന്ന് അവസാനിച്ചു പോകേണ്ട ഒന്നല്ലല്ലോ. പിന്നീട് മരണം വരെ കാലാകാലം മുന്നോട്ട് കൊണ്ടുപോകേണ്ട നല്ല ദൃഢമായ ഒരു ബന്ധത്തിൻ്റെ തുടക്കമാണ് എന്നതുകൊണ്ട് തന്നെ പരസ്പരം കാണണം, പരസ്പരം തൃപ്തിയാവണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ആ ഒരു നോട്ടം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഹറാമായ രംഗങ്ങളെ കണ്ട കണ്ണുകൾ ഒരിക്കലും സ്വർഗത്തിൻ്റെ അനുഭൂതികൾ ആസ്വദിക്കാൻ സാധിക്കൂല. സ്വർഗത്തിൻ്റെ അനുഭൂതികൾ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചല്ലോ. മാല ഐനും റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സ്വർഗം. ആ സ്വർഗം കാണാൻ, ആ സ്വർഗം ആസ്വദിക്കാൻ, അതിൻ്റെ അനുഭൂതി ആസ്വദിക്കാൻ ഹറാമ് കണ്ട കണ്ണുകൾക്ക് കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. നാം മനസ്സിലാക്കണം, നമ്മെ സംബന്ധിച്ചിടത്തോളം തൃപ്തിയുള്ളത് മാത്രം കാണുക, തൃപ്തിയുള്ളത് കാണുക. ആർക്ക് തൃപ്തിയുള്ളത്? നമുക്ക് തൃപ്തിയല്ല, നമ്മുടെ നാഥന് ഇഷ്ടപ്പെട്ടത്. വിശുദ്ധ ഖുർആൻ നോക്കാൻ ആവശ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അവിടേക്കൊന്നും നമ്മൾ നോക്കൂല. അല്ല നോക്കാൻ പറഞ്ഞിടത്തേക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ നോക്കൂല. അല്ല കരയാൻ പറഞ്ഞ സമയങ്ങളോ അവിടെ നമ്മൾ കരയൂല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. അല്ലാഹ് പറയാ, നോക്കണം. എവിടേക്ക്? ഒട്ടകത്തിലേക്ക് നോക്കണം, ആകാശത്തിലേക്ക് നോക്കണം, ഭൂമിയിലേക്ക് നോക്കണം, പർവ്വതത്തിലേക്ക് നോക്കണം. ഇവിടൊക്കെ അല്ലാഹ് നോക്കാൻ പറഞ്ഞ സന്ദർഭങ്ങളാ. എന്തിനാ? അതിൻ്റെ പിന്നിൽ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാ. ആ ദൃഷ്ടാന്തങ്ങളിലൂടെ സൃഷ്ടാവായ നാഥനെ കണ്ടെത്താൻ സാധിക്കണം എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം. വീണ്ടും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അഅ്യുനഹും തഫീദു മിനദ് ദമഇ മിമ്മാ അറഫൂ മിനൽ ഹഖ് വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ടത് അവർ കേട്ടാൽ തറാ അഅ്യുനഹും, അവരുടെ കണ്ണുകളെ നിങ്ങൾക്ക് കാണാം. തഫീദു മിനദ് ദമഇ, അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി വരുന്നതായി കാണാം. മിമ്മാ അറഫൂ മിനൽ ഹഖ്, സത്യം മനസ്സിലാക്കിയ കാരണത്താൽ, ഈ ഗ്രന്ഥം സത്യമാണ് എന്ന് മനസ്സിലാക്കിയ കാരണത്താൽ അവരെന്ത് ചെയ്യും? കരഞ്ഞു പോകുന്ന. തീർന്നില്ല, അവർ പ്രാർത്ഥിക്കും, റബ്ബനാ യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ആമന്നാ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, അതുകൊണ്ട് സത്യവാന്മാരോടൊപ്പം നീ ഞങ്ങളെ എഴുതി ചേർക്കണമേ, സത്യവാന്മാരോടൊപ്പം നീ ഞങ്ങളെ ചേർക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, നമുക്ക് കരയാൻ സാധിക്കണം. സീരിയൽ കണ്ട്, സിനിമ കണ്ട് കരയുന്ന സഹോദരിമാരെ, മറ്റൊരുപാട് കാര്യങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്ത് കരയുന്ന സഹോദരിമാരെ, അള്ളാന്റെ ഗ്രന്ഥം കേട്ടും ഒരു തവണയെങ്കിലും കരയാൻ നമുക്ക് സാധിക്കണം.
നിങ്ങൾ നോക്കൂ, 2 സന്ദർഭം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയാ, അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, നീ എനിക്ക് ഖുർആൻ ഓതി തരണം. ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റ അലയ്യൽ ഖുർആൻ, നീ എനിക്ക് ഖുർആൻ ഓതി തരണം. ആ സമയത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അഖ്റഉ അലൈക, താങ്കളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടത് ഞാൻ ഓതി തരികയോ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അസ്തഹി അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനല്ലാത്ത ഒരാളിൽ നിന്നും ഖുർആൻ കേൾക്കാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട്, എനിക്ക് വല്ലാത്ത പൂതിയുണ്ട്. അതുകൊണ്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, താങ്കൾ എനിക്ക് ഖുർആൻ ഓതി തരണം. അങ്ങനെ ഫഖറഅതുൻ നിസാ, ഞാൻ സൂറത്തുൻ നിസാ ഇങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹത്താ ഇദാ ബലഗത്, അങ്ങനെ സൂറത്തുൻ നിസായിലെ ഫകൈഫ ഇദാ ജഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജഅനാ ബിക അലാ ഹഉലാഇ ശഹീദാ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യദാ റഫഅത് റഅസി, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഞാൻ എൻ്റെ തല ഒന്ന് ഉയർത്തി നോക്കി. ഫറഅയ്തു ദുമൂഅഹു തസീൽ, അപ്പോൾ ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയാണ്. ഫബക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഇൽതറബ ലഹിയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനയുന്ന രൂപത്തിൽ അവിടെ നിന്ന് കരഞ്ഞിരുന്നുവെന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതായിരുന്നു മുൻഗാമികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം. അഹ്ലുസുഫ മുഴുവനും ഖുർആൻ കേൾക്കുമ്പോഴേക്കും കരയുമായിരുന്നു. ഖുർആന്റെ ഒരു ആയത്ത് കേൾക്കുമ്പോഴേക്കും കരയുമായിരുന്നു അഹ്ലുസുഫയിലെ സ്വഹാബികൾ ഒന്നടങ്ങുമെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പ്രത്യേകിച്ച് ഈ പരിശുദ്ധ ഖുർആൻ സമാഗതമായ ഈ റമദാൻ മാസത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുമ്പോൾ ഞാനും നിങ്ങളും ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും അത് തന്നെയാണ്. നമുക്കാവണം ഒരു തവണയെങ്കിലും ഖുർആൻ ഓതിയിട്ട്, ഖുതുബയിൽ നമ്മൾ കേട്ടതുപോലെ ഒരു തവണയെങ്കിലും ഒരായത്തെങ്കിലും അർത്ഥസഹിതം മനസ്സിലാക്കിയിട്ട് ആ ആയത്തിനെ കുറിച്ചോർത്തൊന്ന് കരയാൻ, നാഥനിലേക്ക് അടുക്കാൻ, ഒന്ന് മനസ്സുകൊണ്ടെന്തെങ്കിലും വേദനിക്കാൻ, അള്ളാഹുവിനെ കുറിച്ചൊന്ന് ഭയപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ യാതൊരു തണലുമില്ലാത്ത മഹ്ശറാബൻ സഭയിൽ അള്ളാഹു ചില ആളുകൾക്ക് പ്രത്യേകമായ തണൽ നൽകും. 7 വിഭാഗം ആളുകൾക്ക്. അള്ളാഹുവിനെ കുറിച്ചോർത്ത് ഒറ്റക്കിരുന്നു കൊണ്ട് റബ്ബിനെ കുറിച്ചോർത്ത് കരയുന്ന കണ്ണുകളുണ്ടല്ലോ, കരയുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, ആ ആളുകൾക്ക് നാളെയുടെ ലോകത്ത് റബ്ബിന്റെ കോടതിയിൽ പ്രത്യേകമായ തണൽ നൽകി റബ്ബ് അവരെ ആദരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തീരുമാനിച്ചോ, ഇല്ല നാഥ, ഹറാമിന് ഒരിക്കലും എൻ്റെ കണ്ണുകൾ സാക്ഷ്യം വഹിക്കൂല എന്ന് തീരുമാനിച്ചോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ തള്ളിക്കളയുന്നൊരു സമ്പ്രദായം ഇതുവരെ ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഇന്നുവരെ, ഈ റമദാനിലേക്ക് പ്രവേശിക്കുന്നത് വരെ ഇതൊരു ചാൻസാ അല്ലേ? നാം പൂട്ടിയില്ലേ നമ്മുടെ ടിവികളെ? നാം നിയന്ത്രിക്കുന്നില്ലേ നമ്മുടെ കണ്ണുകളെ? ഇത് കഴിഞ്ഞാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ള ഏത് രംഗങ്ങളായാലും ശരി, നിങ്ങൾക്കറിയോ, ഇന്ന് മുസ്ലിമിനെ പിടിച്ചു വലിക്കാൻ വേണ്ടി ഇതാ ഒരുപാട് മാപ്പിള മക്കളുടെ പേരുകൾ പോലും നൽകിക്കൊണ്ട ഇന്ന് പല രൂപത്തിലുള്ള രംഗങ്ങളും നമ്മുടെ ടിവിയിലൂടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? മാപ്പിള പേരിട്ട് കഴിഞ്ഞാൽ, ഇസ്ലാം മാപ്പിളപ്പാട്ടെന്ന് പേരിട്ടാൽ ചില ആളുകൾ വിചാരിച്ചത് അത് മുസ്ലിമീങ്ങൾക്ക് ഹലാലായി. ഇല്ല, നമുക്കത് പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, നമുക്ക് കരയാൻ സാധിക്കണം അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ചോർക്ക്, നമുക്ക് കാണാൻ സാധിക്കണം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ. എങ്കിൽ മാത്രമേ ഇങ്ങനെ പടച്ച തമ്പുരാനെ കുറിച്ചോർത്ത് കരയുന്ന, അള്ളാഹുവിനെ കുറിച്ചോർത്ത് ഭയപ്പെടുന്ന കണ്ണുകൾ മാത്രമേ നാളെയുടെ ലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സാധിക്കുന്നവരായി തീരാൻ അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹുവേ, നീ തന്ന ഭാരമായ അനുഗ്രഹമാണ് ഞങ്ങളുടെ കണ്ണുകൾ എന്ന് ഞങ്ങൾക്കറിയാം. നാഥ, ആ കണ്ണുകളെ നിയന്ത്രിക്കാൻ, ആ കണ്ണുകൾ കൊണ്ട് നിനക്കിഷ്ടമുള്ളത് മാത്രം കാണാൻ, ആ രൂപത്തിൽ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാഥ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകണേ. അള്ളാഹുവേ, ഈ പരിശുദ്ധ റമദാനിൽ ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങൾ നിയന്ത്രിക്കുന്നു. നാഥ, ഈ റമദാനിന് ശേഷവും ഈ രൂപത്തിൽ ഞങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിച്ച്
നിനക്ക് തൃപ്തിപ്പെട്ട മാർഗങ്ങൾ മാത്രം, അത് മാത്രം കാണാനും കേൾക്കാനും അറിയാനും അതിനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ദിനരാത്രങ്ങൾ ഓരോന്നോരോന്നായി ഞങ്ങളോട് വിട പറയുമ്പോൾ, ഓരോ നോമ്പും ഞങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ നാഥ സംതൃപ്തിയോടുകൂടി ആ റമദാനെ സ്വീകരിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി നോമ്പ് തുറക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ റമദാൻ മാസത്തെ ജീവസുറ്റതാക്കി തീർക്കാൻ, ധന്യമാക്കി തീർക്കാൻ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ നാഥ, ഞങ്ങൾക്കതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ വിശ്വാസികളായ വിശ്വാസിനികളായ ഒരുപാട് സഹോദരി സഹോദരങ്ങൾ, കൂട്ടുകാർ, കുടുംബക്കാർ നാഥ, അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ നാഥ. വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അല്ലാഹുവേ, ഞങ്ങൾ പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി നാഥ, മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ വാർദ്ധക്യം കാരണത്താൽ, മറ്റു പല രോഗങ്ങൾ കാരണത്താൽ പ്രയാസപ്പെടുന്നു നാഥ. എല്ലാ അർത്ഥത്തിലും അവർക്ക് നീ ശിഫ നൽകണേ, സമാധാനം നൽകണേ. അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ അവർക്ക് പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ. അല്ലാഹുവേ, അവർക്കെല്ലാ അർത്ഥത്തിലും നീ ശിഫ നൽകണേ, സമാധാനം നൽകണേ. എത്രയും പെട്ടെന്ന് അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുത്തി ഈ റമദാനിൽ ഞങ്ങളോടൊപ്പം ഒത്തുചേരാനും നോമ്പെടുക്കാനും ധന്യമാക്കുവാനും നാഥ, അവർക്കും ഞങ്ങൾക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, മാതാപിതാക്കളുടെ തൃപ്തിയോടുകൂടി ജീവിക്കുവാനും ആ രൂപത്തിൽ മരണപ്പെട്ടു പോകുവാനും നാഥ, നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. അല്ലാഹുവേ, സത്യത്തിലേക്ക്, നന്മയിലേക്ക്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് നയിക്കുന്ന നല്ല കൂട്ടുകാരെയും കുടുംബക്കാരെയും ഇണകളെയും മക്കളെയും പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും നാഥ, നീ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, തിന്മയിലേക്ക്, ശിർക്കിലേക്ക്, ബിദ്അത്തിലേക്ക്, നരകത്തിലേക്ക് നയിക്കുന്ന എല്ലാവിധ പിശാചിന്റെ കൂട്ടുകാരിലും കുടുംബക്കാരിലും നാഥ, നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ നാഥ. ഈ ഒത്തുചേരൽ ഒരു സ്വാലിഹായ അമലായി നാഥ നീ ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യണേ നാഥ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. തവഫനാ മുസ്ലിമീൻ വഅൽഹിഖനാ ബിസ്സാലിഹീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. السلام عليكم.